സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സംസ്ഥാനത്തിനകത്ത് ഓണക്കിറ്റ് വിതരണം പുരോഗമിച്ചു വരികയാണ്. സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും APL BPL വ്യത്യാസമില്ലാതെയാണ് കിറ്റുകൾ വിതരണം നടത്തുന്നത്. എന്നാൽ കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളുടെ കാലാവധി അവസാനിച്ചതും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചതും സാമ്പത്തികമായ വലിയ തിരിമറി കാട്ടിയെന്ന വ്യാപകമായ ആരോപണം ഉയർന്നു വരുന്നതിൻ്റെ ഇടയിലാണ് സാമൂഹ്യ മാധ്യമത്തിൽ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കുന്നത്. അതായത് ഓണക്കിറ്റിൻ്റെ ഭാഗമായി നൽകിയിരിക്കുന്ന ശർക്കരയിൽ ഒരു പല്ലി ചത്ത് കിടക്കുന്ന വീഡിയോയാണ് ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാമ്പത്തിക കൊള്ള മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യത്തെ പോലും ദോഷമായി ബാധിക്കുന്ന തരത്തിൽ വ്യാപകമായ കൃത്രിമമാണ് ഈ കിറ്റിൽ വരുത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ പുറത്തു വന്ന വാർത്തയും നമ്മെ ഞെട്ടിച്ചതാണ്. ശർക്കരയുടെ സാമ്പിൾ എടുത്തുകൊണ്ട് പരിശോധന നടത്തിയതിൽ വ്യാപകമായ കൃത്രിമവും അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ഭക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ഘടകങ്ങളും കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 3000-ന് മുകളിൽ വരുന്ന ലോഡുകളാണ് തമിഴ്നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അതോടൊപ്പം തന്നെ ഓണക്കിറ്റിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണവും ശക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് 500 രൂപയുടെ ഓണക്കിറ്റാണ് വിതരണത്തിനൊരുങ്ങുന്നത് എന്നാണ്. ഇത്തരത്തിലൊരു 500 രൂപയുടെ ഓണക്കിറ്റ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അതിലുള്ള വസ്തുക്കളുടെ മൂല്യം കണക്കാക്കി നോക്കുമ്പോൾ ഇത്രയും വരുന്നില്ല എന്നുള്ളതും ഏറെ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ആകെ വില 380 രൂപയിൽ നിൽക്കുമെന്നും ബാക്കി വരുന്ന 120 രൂപ ഒരു കിറ്റിൽ എവിടെ പോയി എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഇതുവരെ ആരും നൽകിയിട്ടില്ല. കേരളത്തിനകത്ത് 88 ലക്ഷം വരുന്ന റേഷൻ കാർഡ് ഉടമകളാണുള്ളത്. അവർക്കെല്ലാവർക്കും APL BPL വ്യത്യാസമില്ലാതെ ഓണക്കിറ്റുകൾ വിതരണവും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കിറ്റിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു വലിയ തുകയാണ്. ആളുകൾ ഇത്രമാത്രം പ്രയാസപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഇത് ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഓണക്കിറ്റിലെ ശർക്കര എന്ന് പറയുന്നത് 1 കിലോഗ്രാമാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ അതിൽ 50 ഗ്രാം കുറവ് വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്നത് ശർക്കര ഇനത്തിൽ ഒരു കിറ്റിൽ നിന്ന് 2.5 രൂപയാണ്. ഇത് 88 ലക്ഷത്തോളം വരുന്ന കിറ്റിലേക്ക് കൂട്ടുമ്പോൾ 2 കോടി രൂപയോളം ഒരൊറ്റ വസ്തുവിൽ നിന്ന് ഇവർക്ക് ലഭിക്കും. ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ അളവിലും തൂക്കത്തിലും അതോടൊപ്പം തന്നെ വസ്തുക്കളുടെ കാലാവധിയിലുമൊക്കെ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരം നിലപാടുകൾക്കെതിരെ, ഇത്തരം ചിന്തകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തുക, ഇതിനെതിരെ പ്രതിഷേധിക്കുക, കൃത്യമായി തെറ്റുകൾ ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കും ഭരണകൂടത്തിനുമുണ്ട്. അവർ ഇത് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.